അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ഇനി ഈ സൂറത്തിൻ്റെ തുടർന്ന് പറയുന്നത് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ എന്ന് പറഞ്ഞിട്ട് വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജുസ ഫഹ്ജുർ. ഇവിടെ വറബ്ബക ഫകബ്ബിർ ജബ്ബാർ പറയുന്ന അനുസരിച്ച് ഇതെന്തൊക്കെയോ വാരിക്കൂട്ടി വലിച്ച് ഇട്ടിട്ട് എഴുതിയിട്ടുള്ള ഒരു ക്രമം ചിട്ടിയില്ലാത്ത ആശയങ്ങളൊന്നുമില്ലാത്ത ചില വാക്കുകളുടെ സമാഹാരം എന്നാണല്ലോ ജബ്ബാറിൻ്റെ ഭാഷ്യം. എന്ന് പറഞ്ഞാൽ ജബ്ബാർ വിശുദ്ധ ഖുർആനിനെ സമീപിക്കുന്നത് തീർത്തും നിഷേധാത്മകമായിട്ടുള്ള നിലയിലാണ്. അതുകൊണ്ട് തന്നെ ജബ്ബാറിൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ചിന്താശക്തി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അയാൾ തനി ഒരു മന്ദബുദ്ധിയെ പോലെയാണ് ഖുർആനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആനെ സംബന്ധിച്ച് എങ്ങനെയൊക്കെ അതിനെ അവഹേളിക്കാൻ പറ്റുമോ, അവമതിക്കാൻ പറ്റുമോ, ആ രീതിയൊക്കെയാണ് ജബ്ബാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ജബ്ബാറിന് അറബി ഭാഷ അറിയില്ല, അറബി ഭാഷ പഠിക്കണമെന്നും അയാൾ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. അയാൾ പരിഭാഷകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നു എന്നുള്ളേ ഉള്ളൂ. പരിഭാഷ പഠിച്ചാൽ പോലും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അതിനു വേണ്ടിയല്ല ജബ്ബാർ പരിഭാഷ പോലും വായിച്ചുകൊണ്ടിരിക്കുന്നത്, ഖുർആൻ അവമതിക്കാനാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇവിടെ ഈ വാക്കുകൾ പറയുമ്പോൾ എന്താണ് അതിൻ്റെ സൗന്ദര്യം, അതും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു സംഗതിയാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ. ഈ വറബ്ബക ഫകബ്ബിർ എന്ന് പറയുമ്പോൾ നീ നിൻ്റെ നാഥനെ മഹത്വപ്പെടുത്തുക. ഈ നിൻ്റെ നാഥനെ മഹത്വപ്പെടുത്തുക എന്ന് പറയുന്നത് കബ്ബിർ റബ്ബക്ക എന്ന് പറഞ്ഞാൽ മതി. കബ്ബിർ റബ്ബക്ക കബ്ബിർ എന്ന് പറഞ്ഞാലും ഇതേ ആശയം കിട്ടും. പക്ഷേ ഈ റബ്ബക്ക എന്ന കർമ്മത്തെ കബ്ബിർ എന്ന ക്രിയയേക്കാൾ മുമ്പോട്ട് കൊണ്ടുവന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? അവിടെ വിധി നിഷേധങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ റബ്ബക്ക നിൻ്റെ റബ്ബിനെ മാത്രമാണ് കബ്ബിർ നീ മഹത്വപ്പെടുത്തേണ്ടതെന്നാണ്. എന്ന് പറഞ്ഞാൽ നിൻ്റെ റബ്ബ് അള്ളാഹു, അവനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ഇതിനെയൊക്കെ സംവിധാനിച്ചിട്ടുള്ളതും അതിൻ്റെ സ്ഥിതി അള്ളാഹുവിൻ്റെ കയ്യിലാണ്. മറ്റാർക്കും ഇതിലൊരു അവകാശവും ഇല്ല, ഒരു പങ്കാളിത്തവും ഇല്ല. അപ്പോൾ സൃഷ്ടികളിൽ ഒന്നിനെയും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നത് പോലെ നീ മഹത്വപ്പെടുത്താൻ പാടില്ല എന്ന ഒരു നിഷേധവും കൂടി ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യൻ മുസ്ലിമായിട്ടുള്ള ഇസ്ലാം സ്വീകരിക്കുന്ന ഏത് മനുഷ്യനോടുള്ള നിർദ്ദേശം മൊത്തത്തിൽ മനുഷ്യനോടുള്ള നിർദ്ദേശമാണ്. പക്ഷേ ഈ തത്വം അംഗീകരിക്കുന്ന ആളുകൾ അവർ ഉൾക്കൊള്ളേണ്ട ഒരു സന്ദേശമാണിത്. ഇതിലടങ്ങിയിട്ടുള്ളത് മനുഷ്യൻ അവൻ്റെ നാഥനെ, അവൻ്റെ സൃഷ്ടാവിനെ, രക്ഷിതാവിനെ മാത്രമാണ് മഹത്വപ്പെടുത്തേണ്ടത്. മറ്റൊന്നിനെയും ഈ രീതിയിൽ മഹത്വപ്പെടുത്താൻ പാടില്ല എന്നാണ്. മറ്റുള്ളവരൊക്കെ അവരർഹിക്കുന്ന വിധാനത്തിൽ അവരെ നിർത്തിക്കൊണ്ട് മാത്രമേ അവരെ മഹത്വപ്പെടുത്താൻ പാടുള്ളൂ. എന്നാൽ അള്ളാഹു പ്രപഞ്ചത്തിൻ്റെ തന്നെ സൃഷ്ടാവും അതിൻ്റെ സംവിധായകനും അതിൻ്റെ സംരക്ഷകനും ഒക്കെ എന്നുള്ള നിലക്ക് എല്ലാ അർത്ഥത്തിലും മഹത്വപ്പെടുത്തേണ്ടത് അവനെയാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. മറ്റൊന്ന്, ഈ വാക്യത്തിൻ്റെ പ്രയോഗം അക്ഷരക്കൂട്ട് തന്നെ നോക്കിയാൽ ഒരു അത്ഭുതത്തിൽ കാണാൻ കഴിയും. ഇത് റബ്ബക ഫകബ്ബിർ എന്നത് ഈ എഴുത്തിലുള്ളത് പോലെ അതിൻ്റെ ആദ്യത്തിൽ നിന്ന്, അതായത് വലത്ത് നിന്ന് ഇടത്തോട്ട് വായിച്ചാലും ഇടത്ത് നിന്ന് വലത്തോട്ട് വായിച്ചാലും ഒരേ രീതിയിലാണ് ഇത് വായിക്കാൻ കഴിയുക. റബ്ബക ഫകബ്ബിർ, അത് അവിടെ നിന്ന് തലക്കന്ന് മുമ്പിൽ നിന്ന് പിന്നോട്ട് വായിച്ചാലും വലത്ത് നിന്ന് ഇടത്തോട്ട് വായിച്ചാലും ഇടത്ത് നിന്ന് വലത്തോട്ട് വായിച്ചാലും ഇതേ നിലയ്ക്കേ വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഭാഷയിലുള്ള ഏറ്റവും നല്ല ഒരു പ്രയോഗമായിട്ടാണ് സാഹിത്യകാരന്മാർ പറഞ്ഞിട്ടുള്ളത്. ഭാഷ അറിയുന്ന ആരും അത് അംഗീകരിക്കുന്നതുമാണ്. എന്നിട്ടാണ് ജബ്ബാർ പറഞ്ഞത് ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞത്. പിന്നെ പറയുന്നത് വസിയാബക ഫതഹിർ എന്നാണ്. വസിയാബക ഫതഹിർ, നിൻ്റെ വസ്ത്രത്തെയാണ് നീ ശുദ്ധീകരിക്കേണ്ടതെന്നാണ്. നിൻ്റെ വസ്ത്രത്തെയാണ് നീ ശുദ്ധീകരിക്കേണ്ടതെന്നാണ്. ഇവിടെ സിയാബ് എന്ന കർമ്മവും തഹീർ എന്നുള്ള ക്രിയയും, ഈ കർമ്മത്തെ ആദ്യത്തിൽ പറഞ്ഞു, എന്നിട്ട് തഹീർ എന്നുള്ള ക്രിയയെ പിന്നീട് പറയുമ്പോൾ അതിൻ്റെ ആശയം എങ്ങനെയാണ് കിട്ടുക? നിൻ്റെ വസ്ത്രത്തെയാണ് നീ ശുദ്ധീകരിക്കേണ്ടത്. അപ്പോൾ വസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? വസ്ത്രം എന്നുള്ളത് മനുഷ്യൻ്റെ ബാഹ്യമായ അവൻ്റെ ഉടുത്ത തുണിയും അവൻ ഇട്ടിട്ടുള്ള കുപ്പായവും ഷർട്ടും ഒക്കെ അവൻ്റെ വസ്ത്രങ്ങളാണ്. ഈ വസ്ത്രം ശുദ്ധീകരിക്കണം എന്നുള്ളത് ഇതിൻ്റെ ആശയമാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സമൂഹം
ആ സമൂഹത്തിൽ ഒരു ആദർശത്തെ സംബന്ധിച്ച് ഒരു ഗംഭീരമായിട്ടുള്ള ആശയത്തെ സംബന്ധിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അദ്ദേഹം ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ വൃത്തികെട്ട രീതിയിൽ, അവർക്ക് ആകർഷണീയത ഇല്ലാത്ത രീതിയിൽ ഇറങ്ങാൻ പാടില്ല. ആളുകളെ സമീപിക്കുമ്പോൾ അവരെ ആകർഷിക്കുന്ന വിധത്തിലായിരിക്കണം അദ്ദേഹം ജനങ്ങളെ സമീപിക്കേണ്ടതെന്നുള്ളതാണ് ഇതിലടങ്ങിയിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത്. ഇതിനെയാണ് ജബ്ബാർ ഇവിടെ നിഷേധിക്കുന്നത്. ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്നൊരു സംഗതിയാണല്ലോ അത്. വൃത്തികെട്ട മുഷിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന വസ്ത്രങ്ങൾ ഇട്ടിട്ടാണ് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങണമെങ്കിൽ ആ ജനത ഒന്നുമില്ലെങ്കിൽ, അയാൾക്കൊന്നും പറയാനില്ലെങ്കിൽ പോലും ആ ജനത ഇയാൾ വെറുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് വിശുദ്ധ ഖുർആൻ ഒന്നാമതായിട്ട് ഇവിടെ ചെയ്യണത്. മാത്രവുമല്ല, ഈ സിയാബ് വസ്ത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരാശയം എന്താണ്? അത് കേവലം ഇയാൾ ധരിക്കുന്ന ബാഹ്യമായിട്ടുള്ള വസ്ത്രങ്ങളല്ല. അറബി ഭാഷയിൽ സിയാബ്, റിദ എന്നൊക്കെ പറയുന്ന പ്രയോഗം മനുഷ്യൻ്റെ സ്വഭാവം, അവൻ്റെ ധാർമ്മികത, ഇതിനെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രയോഗം കൂടിയാണ്. അറബിയിൽ എത്രയോ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കവിതകൾ കാണാൻ കഴിയും. ഇപ്പോൾ ഗൈലാൻ ഇബ്നു സലമ അസ്സഖഫി എന്ന് പറയുന്ന ഒരു കവി പാടുന്നുണ്ട്, ഫഇന്നി ബിഹംദില്ലാഹി ലാ സൗബ ഫാജിരിൻ ലബിസ്തു വലാ മിൻ ഗദ്റത്തിൻ നതഖന്നഊന എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ പറയാണ്, ലാ സൗബ ഫാജിരിൻ ലബിസ്തു, ഞാൻ ധരിച്ചിട്ടുള്ളത് അധർമ്മിയുടെ വസ്ത്രമല്ല, വലാ മിൻ ഗദ്റത്തിൻ നതഖന്നഊ, ഞാൻ എൻ്റെ മുഖം മൂടുന്നത് വഞ്ചനയുടേതായിട്ടുള്ള അതിലൂടെ കിട്ടിയിട്ടുള്ള വസ്ത്രം കൊണ്ടുമല്ല. എന്ന് പറഞ്ഞാൽ ഇയാൾ പറയുന്നത് ഞാനൊരു അധർമ്മിയല്ല, ഞാനൊരു വഞ്ചകനുമല്ല എന്നാണ്. ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് സൗബ്. അപ്പോൾ സൗബക്ക സിയാബക്ക, സൗബ് എന്നത് സിയാബ് എന്നതിൻ്റെ ഏകവചനാണ്. അതായത് സൗബിൻ്റെ ബഹുവചനാണ് സിയാബ് പറഞ്ഞത്. അപ്പോൾ ലാ സൗബ ഫാജിരിൻ ലബിസ്തു എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള വസ്ത്രത്തെ പറ്റിയല്ല അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതേ ആശയവും ഈ ഒരാശയവും ഈ സിയാബക ഫത്തഹിർ എന്നതിലും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ നിൻ്റെ ബാഹ്യവസ്ത്രത്തെ, ശരീരത്തെ ഒക്കെ നീ ബാഹ്യമായിട്ട് ശുദ്ധീകരിക്കും പോലെ തന്നെ നിൻ്റെ ആന്തരികമായിട്ടുള്ള, അല്ലെങ്കിൽ നിൻ്റെ മനസ്സ്, നിൻ്റെ കർമ്മങ്ങൾ, ഇതിനെയൊക്കെ നീ വൃത്തിയാക്കേണ്ടതുണ്ട്, ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതിലൊന്നും മാലിന്യം പുരളാതെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന സത്യവിശ്വാസികളോടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് ഇവിടെ ജബ്ബാർ ഇതിൽ യാതൊരു ആശയവുമില്ല, അർത്ഥവുമില്ല, കുറേ വാക്കുകൾ വലിച്ചു കൂട്ടി എഴുതിയതാണ് എന്നൊക്കെ തട്ടി വീണത്. അപ്പോൾ ജബ്ബാറിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ലാന്നുള്ളത് ശരിയാണ്. കാരണം അയാൾക്ക് ധാർമ്മികത എന്ന് പറയുന്നൊരു സംഗതിയില്ല. അയാൾ ഖുർആനെ വിമർശിക്കുന്നത് തന്നെ ഖുർആൻ പറയുന്ന ധാർമ്മികത അയാൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. സൂറത്ത് മുഅ്മിനൂനിലെ ആദ്യ ഭാഗങ്ങളാണ് എന്നെ ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിക വിരുദ്ധനാക്കിയിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ള ധാർമ്മികതകൾ എന്തൊക്കെയാണെന്നുള്ളത് അവിടെ എത്തുമ്പോൾ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ധാർമ്മികത എന്ന് പറയുന്നത് ജബ്ബാറിനെ സംബന്ധിച്ച് അത് ഒരു വിലയില്ലാത്ത വർജിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. വിശേഷിച്ചും ഈ നാസ്തികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതങ്ങൾ, ഇസ്ലാം എന്നല്ല ഏത് മതവും പറയുന്ന ധാർമ്മികതയും അവർക്ക് അത് സ്വീകാര്യമല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ ധാർമ്മികതയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതനുസരിച്ച് അവർ മുമ്പോട്ട് പോവുള്ളൂ. അതുകൊണ്ട് ജബ്ബാർ അടക്കമുള്ള ആളുകൾ ഇതിനെ വിമർശിക്കാൻ ബാധ്യസ്ഥരാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൂഢത എന്ന് പറയുന്നത് മനുഷ്യനെ എത്രമാത്രം അധപതിപ്പിക്കും എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് നമ്മളുടെ ജബ്ബാർ മാഷ് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്.